So hi everyone. So myself Subhan. ഇതായിരിക്കും എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സുബുഹാൻസ്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു പേരാണ് സുബുഹാൻസ് എന്നുള്ളത്. കാരണം എൻ്റെതാണ്, എൻ്റെ ചാനലാണ് എന്ന് ഞാൻ കാണിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ സുബുഹാൻസ് ഒരു എസ് സൈഡ് ഇട്ട് കൊടുത്താൽ എൻ്റെതായില്ലേ, എൻ്റെതാണ് എന്നുള്ളൊരു ഒരു കറക്റ്റ് മീനിങ് ആയില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ തുടങ്ങിയേക്കുന്നത്. സോ സോ വെൽക്കം ടു മൈ ചാനൽ സുബുഹാൻസ്. ഞാൻ ബേസിക്കലി എന്തൊക്കെ ഇടാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു ഡെയിലി വ്ളോഗ്സ്, അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്, തിയേറ്ററിൽ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാം. ഒരു ഡോക്യുമെന്റിങ് പേർപ്പസ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. അല്ലാതെ എനിക്ക് ഈ ചാനലായിട്ട് അധികം അങ്ങനെ ഒരു ബേസിക് ഐഡിയ ഒന്നും ഇല്ല, എന്തൊക്കെയാ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാ ലൈക്ക് ലൈക്ക് എന്താ പറയാ ഹയർ ഇതിലൊക്കെ പോകുന്നതെന്നൊന്നും. സോ ദിസ് വുഡ് മൈ ഫസ്റ്റ് എന്താ വീഡിയോ. അപ്പൊ ഞാൻ എന്താണെന്നോ ഏതാണെന്നൊന്നും മെയിൻലി കാണുന്ന ആൾക്കാർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പൊ ഈ ഒരു ഫസ്റ്റ് വ്ലോഗ് ഞാൻ വിചാരിച്ചു ലൈക്ക് ലെറ്റ് മീ ഷോ വാട്ട് ആം ഐ യാ. സോ അതായിരിക്കും ഈ ഫസ്റ്റ് വീഡിയോയിൽ വരുന്നത്. സോ ഞാൻ എന്താണെന്നും ഏതാണെന്നും എൻ്റെ ജോലി എന്താണെന്നും ഒക്കെ ഉള്ള ഒരു കുഞ്ഞ് ഒരു ജസ്റ്റ് ഒരു പെട്ടെന്ന് പോകാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തെടുക്കാം. സോ മച്ച് വെയിറ്റ് നമുക്ക് ചെയ്യണ്ട ഇതില്. സോ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. യാ. സോ ഹായ്, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നെക്കുറിച്ച് പറയാനായിട്ടൊരു ഒരു എന്താ പറയുക ഒരു സ്പേസ് കണ്ടെത്തി. സോ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഓഫീസിലേക്കാണ്. അപ്പോൾ ഞാൻ ഒരു ബികോം ഗ്രാജുവേറ്റ് ആണ് ബേസിക്കലി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് നേരെ പോകുന്നത് എൻ്റെ എന്താ പറയുക ഓഫീസിലേക്കാണ്. സോ ഇവിടുന്ന് എൻ്റെ മുമ്പേ കാണാം. ഓക്കെ, അമ്മയോട് ബൈ പറയുന്ന ഒരു മാൻഡേറ്ററി കാര്യമാണ്. സോ അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിലേക്ക് പോകും. ഇപ്പോൾ ക്യാബ് വരും വീട്ടിലേക്ക് പിക്ക് ചെയ്യാൻ. അല്ലാതെ ഞാനായിട്ട് ബൈക്കിൽ പൊതുവേ ചില ദിവസങ്ങളിൽ പോകാറുണ്ട്. അത് അങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ നടക്കാറ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ക്യാബ് ദെൻ. യാ, നമുക്ക് വെയിറ്റ് ആദ്യം പോയി ക്യാബിൽ ചെന്ന് കയറാം. പൊതുവേ ഞാൻ താമസിച്ചാണ് ക്യാബിൽ കയറുന്നത്. ഇന്ന് ഇന്ന് ജസ്റ്റ് വ്ളോഗൊക്കെ ചെയ്യാം, വ്ളോഗൊക്കെ ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ദിവസമല്ലേ, നന്നായിട്ട് നേരത്തെ വന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ക്യാബ് തന്നെ എന്നെ പറ്റിച്ചുകൊണ്ട് 10 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു ഉറക്കക്ഷീണത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ഈ ക്യാബ് എപ്പോൾ വരും എന്ന് പോലും എനിക്കറിയത്തില്ല. റോഡിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക, ഒന്ന് ആലോചിച്ച് നോക്കി. ആക്ച്വലി കുറേ നേരമായിട്ടും ക്യാബ് വരാത്തപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇനി എങ്ങാനും എൻ്റെ ക്യാബ് മിസ്സായോ? പക്ഷേ ഇല്ലെന്ന് മനസ്സിലായി. കാരണം ദേ വരുന്നു എൻ്റെ കാറ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാബ്. പൊതുവേ എർട്ടിഗ അല്ലെങ്കിൽ ഇന്നോവ പോലത്തെ വലിയ വണ്ടികളാണ് വരാറ്. എനിക്കത് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. കാരണം ബാക്കിലത്തെ സീറ്റാണെങ്കിലും ഇരിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു വണ്ടികളാകുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ലെഗ് സ്പേസ് എനിക്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഖല്ലി വലി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കയറിയിരുന്നു. അങ്ങനെ ഇവിടെ നേരെ പോകുന്നത് എൻ്റെ വർക്ക് സ്പേസിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ലുലുവിനെ പോലത്തെ ഇത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ നേരെ ബാക്കിയുള്ള ഒരു കുട്ടിയും കൂടെ ഉണ്ട്. നമ്മൾ 3 പേരാണ് ഈ ക്യാബിൽ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരെയും കൂടെ എടുത്തിട്ട് ഇനിതേ നമ്മൾ നേരെ പോകാൻ പോകുന്നത് എൻ്റെ വർക്ക് സ്പേസിലോട്ടാണ്. അപ്പോൾ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് എൻ്റെ വർക്ക് സ്പേസ്, ടെക്നോ പാർക്ക്. ഇതാണ് എൻ്റെ സാമ്രാജ്യം. ഞാൻ കഴിഞ്ഞ എങ്ങനെ പോയാലും ഒരു 3 കൊല്ലം ഞാൻ ഇവിടെ തന്നെയായിരുന്നു. സോ എൻ്റെ ഫ്രണ്ട്ഷിപ്സും കാര്യങ്ങളൊക്കെ കൂടുതലും ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഇതാണിപ്പോൾ എൻട്രൻസ്. ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പോലീസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എൻ്റെ ബിൽഡിങ്ങിലോട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കാണുന്ന ആ ബിൽഡിങ്ങാണ് എൻ്റെ ബിൽഡിങ്. സോ ഇതിനകത്ത് കുറേ ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ കമ്പനീസും ഉണ്ട്. അപ്പോൾ ഇതാണ് ബിൽഡിങ്, തേജസ്വിനി എന്ന് പറയും. ഇവിടെ 3rd ഫ്ലോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഏകദേശം 3 കൊല്ലമായി പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിനൊക്കെ ശേഷം ക്യാബ് നിർത്തി നമ്മളത് ഇറങ്ങി നടക്കണം. ഓൾറെഡി ക്യാബ് ലേറ്റ് ആയിരുന്നു. 7-നാണ് എൻ്റെ ഷിഫ്റ്റ് തുടങ്ങുന്നത്. ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത് ആക്ച്വലി. അത് ബിറ്റ്വീൻ ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ഈ രാത്രിയൊക്കെ ഞാൻ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. ഇവിടെ നിന്നാണ് മെയിൻ എൻട്രൻസ് ഒക്കെ. അപ്പോൾ കയറി പോകുമ്പോഴൊക്കെ നമുക്ക് ലിഫ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ലിഫ്റ്റൊന്നും യൂസ് ചെയ്തില്ല. ഞാൻ നടന്നാൽ പോയി, ഐ മീൻ സ്റ്റേഴ്സ് വഴി കയറി പോയി. കാരണം ടൈം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നേരെ പോയി. സോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനതിപ്പോൾ ഓഫീസിൽ ഇറങ്ങിയുള്ളൂ. സമയം ഇതിപ്പോൾ കണ്ടോ 4:30 ഇപ്പോൾ 4:30ക്കാണ് ഞാൻ ഇറങ്ങുന്നത്. രാവിലെ പുലർച്ചെ 4:30ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ വൈ ആം ഐ ഇൻ യൂട്യൂബ്? സോ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുമ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സും കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും വ്ളോഗിങ്ങും അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാര്യം എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ബിക്കോസ് എനിക്കൊരു വർക്ക് ലൈഫുണ്ട്, അതുപോലെ തന്നെ ഒരു വ്ളോഗിങ് ലൈഫുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ കോപ്പ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണല്ലോ എല്ലാ കാര്യത്തിനും. ഫിംഗേഴ്സ് ക്രോസ്, നമ്മളെല്ലാം മുന്നോട്ട് നമ്മൾ ചെയ്യുക. ലൈക്ക് എന്തുണ്ടെങ്കിലും ഇഫ് യു ആർ ഫിയർ ഓഫ് സംതിങ് ജസ്റ്റ് ഡു ഇറ്റ്.
അല്ലാതെ എന്താവും എന്നുള്ളതൊരു നമ്മൾ ആലോചിക്കരുതല്ലോ. അപ്പം ഞാൻ ആ ഒരു സ്റ്റാൻഡിലുള്ള ഒരാളാണ്. അപ്പോൾ ഐം ജസ്റ്റ് തിങ്കിങ് ഓഫ് ഡൂയിങ്. സോ യാ, ലെറ്റ്സ് ഡു ഇറ്റ് അല്ലേ. സോ അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഞാൻ ഇനി നേരെ ഞാൻ പോവുകയാണ്. സോ ഐം ഗോയിങ് ഔട്ട്. സോ ദിസ് ഇസ് ലൈക്ക് ഒരു സ്പെറഡീൻ കമ്പനി. ദിസ് ഇസ് മൈ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ ഏകദേശം ഇറങ്ങിയത്, എല്ലാവരും പോയി. അവിടെ ക്രിസ്മസ് ലൈറ്റൊക്കെ കത്തുകയാണ്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ ഞാനും നേരെ ക്യാബിലേക്ക് പോയി ഞാനും പോവാണ്. സോ ക്യാബിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് ജേർണീസും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഗോയിങ് ഫോർവേഡ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. എൻ്റെ യൂട്യൂബ് ജേർണീസൊക്കെ എന്താകുമെന്നൊന്നും എനിക്കറിയില്ല. ഐ ഹോപ്പ് ദാറ്റ് സം ഡേ ഇതെല്ലാം ശരിയാവുമെന്ന്. സോ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുവാണ്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, സി യു ഓൾ ദെൻ. ബൈ ബൈ.